നമുക്ക് റോൾ എന്ന മൂവ്മെൻറ്റ് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ബേസിക്കലി നമുക്ക് എന്ത് ചെയ്യാം, ഹെഡിനെ മാത്രം റോൾ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ എൻ്റയർ വേസ്റ്റിന് മുകളിലേക്കുള്ള ബോഡിയെ മൊത്തം റോൾ എന്ന മൂവ്മെൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടും നമുക്ക് പഞ്ചിനെ നിന്ന് രക്ഷപ്പെടുകയും അല്ലെങ്കിൽ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി ഒരു ഗാർഡായിട്ട് ബോഡീനെ യൂസ് ചെയ്യുകയും ചെയ്യും. അതെങ്ങനെ ചെയ്യാം എന്നുള്ളത്, ഇപ്പോൾ ഒരു സ്ട്രെയിറ്റ് പഞ്ചാണ് വരുന്നത്, അതിൽ നിന്ന് ജസ്റ്റ് മിസ് ചെയ്തതിന് നമുക്ക് കൗണ്ടർ അടിക്കാം. നമ്മളെ ഹെഡ് മാത്രം മൂവ് ചെയ്താൽ മതി. ഇപ്പം എനിക്ക് നേരെ ഒരു പഞ്ച് വന്നു, ജസ്റ്റ് ഒരു യു ഷേപ്പിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബോഡിയെ മൂവ് ചെയ്യുന്നു. ഇതാണ് ബേസിക് റോൾ. സ്ട്രെയിറ്റ് പഞ്ചസ് വരുന്ന സമയത്ത് നമ്മളെ ഹെഡിനെ ഒരു യു ഷേപ്പിൽ മൂവ് ചെയ്യുന്നതാണ് ബേസിക് റോൾ. ഇനി ഇത് തന്നെ നമുക്കൊരു അതായത് നമ്മളൊരു പഞ്ച് ചെയ്തു, ആ പഞ്ച് ചെയ്തിട്ട് അവിടുന്ന് രക്ഷപ്പെടുകയും വേണം, വരുന്ന കൗണ്ടർ പഞ്ചിനെ നമ്മളെ ബോഡി വെച്ചിട്ട് ഗാർഡ് ചെയ്യുകയും വേണം. അത്തരത്തിലൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ഇപ്പം ഞാൻ ഇവിടെ 3 എന്ന പഞ്ച് ചെയ്യുന്നു, ആ പഞ്ച് അയാൾക്ക് കണക്റ്റ് ചെയ്തില്ല. അപ്പം അയാൾക്ക് എന്ത് ചെയ്യാം, തിരിച്ച് എന്നെ ഹുക്ക് അടിക്കാനുള്ളൊരു ചാൻസസ് അവിടെ ഉണ്ട്. അപ്പം തിരിച്ച് എന്നെ 3 അടിക്കാനുള്ളൊരു ചാൻസ് ഞാൻ അയാൾക്ക് അവിടെ കൊടുക്കുന്നുണ്ട്. ആ ഒരു സിനാരിയോയിൽ എന്ത് ചെയ്യുന്നു, ഇപ്പോൾ എനിക്ക് നേരെ ഒരു 3 എന്ന പഞ്ച് ഞാനിപ്പോൾ ഇവിടുന്ന് എൻ്റെ ഒപ്പണൻ്റ് നേരെ ഹുക്ക് അടിക്കുന്നു, തിരിച്ച് ഞാൻ ഒന്നെങ്കിൽ സ്ലിപ്പ് ചെയ്യണം, അതല്ലെങ്കിൽ എനിക്ക് നേരെ ഒരു പഞ്ച് വരുന്നു, അയാൾ 3 എന്ന പഞ്ച് ചെയ്യുന്നു. അപ്പം ഞാൻ സ്ലൈറ്റ്ലി ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ബോഡിയെ ഒന്ന് ആ പഞ്ച് വരുന്ന വശത്തേക്ക് തന്നെ തിരിച്ച് റോൾ ചെയ്യുന്നു. എൻ്റെ ബോഡിയെ മൊത്തം ഞാൻ റോൾ ചെയ്തു. അപ്പം ഇൻ കേസ് അയാളുടെ 3 മിസ് ചെയ്ത് അയാൾ 2 എന്ന പഞ്ച് ചെയ്താലും എന്താണ്, എനിക്ക് എൻ്റെ ഷോൾഡർ വെച്ചിട്ട് ഗാർഡ് ചെയ്യാം, അതല്ലെങ്കിൽ എനിക്ക് കൗണ്ടർ പഞ്ച് എളുപ്പത്തിലടിക്കാം. ഒന്നുകൂടെ പറയുന്നു, ഞാൻ എൻ്റെ ഒപ്പണൻറ്റ് നേരെ 3 എന്ന പഞ്ച് ചെയ്യുന്നു, ആ പഞ്ച് കണക്ട് ചെയ്യില്ല. ആ സമയത്ത് നമ്മുടെ ഒപ്പണൻറ്റിന് എന്ത് ചെയ്യാം, തിരിച്ചെനിക്ക് കൗണ്ടർ 3 എന്ന പഞ്ച് ചെയ്യാം. അതിനെ ഞാൻ എങ്ങനെ ഡിഫെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് ഞാൻ എങ്ങനെ രക്ഷപ്പെടുന്നു, ഞാൻ പഞ്ച് വരുന്ന ഡയറക്ഷനിൽ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നു, എൻ്റെ ബോഡിയെ ലൈറ്റായി ടിൽറ്റ് ചെയ്ത് ബോഡി അടക്കം യൂസ് ചെയ്തിട്ട് ഞാൻ റോൾ ചെയ്തു. ഇവിടെ എൻ്റെ ഷോൾഡർ അപ്പാണ്, എൻ്റെ ഗാർഡ് അപ്പാണ്. അപ്പോൾ എന്താണ്, ആ പഞ്ച് ഇൻ കേസ് കണക്റ്റ് ആയിട്ടില്ല, അയാളുടെ കൗണ്ടർ പഞ്ചിനെ 2 എന്ന പഞ്ച് ആണ് പിന്നീട് വരാൻ ചാൻസ് കൂടുതൽ. അതിനെ എനിക്കിവിടെ ഗാർഡ് ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യാം. പ്ലസ് എനിക്ക് സഡൻ ആയിട്ട് എന്ത് ചെയ്യാം, അയാളുടെ പഞ്ചിനെ കൗണ്ടർ ചെയ്തിട്ട് 2 എന്ന പഞ്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ എന്താണ്, ഞാൻ എൻ്റെ ബോഡി റോളിംഗ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഹെഡ് മാത്രമല്ല, എൻ്റെ വേസ്റ്റ് ലൈനിൻ്റെ മുകളിലേക്ക് ഞാൻ കംപ്ലീറ്റ്ലി എന്ത് ചെയ്തു, ബോഡി മൂവ്മെൻറ്റ് യൂസ് ചെയ്തു.